ഇതാണ് ഞങ്ങളുടെ യൂനിസ് സാർ. അദ്ദേഹം ഞങ്ങളുടെ ഭാഗമായിട്ട് കുറച്ച് ദിവസങ്ങളായി. മുനസ് സാർ ഒരു ഫിഡെ റേറ്റഡ് പ്ലെയർ ആണ്, ഒരുപാട് പേരെ കോച്ച് ചെയ്യുന്നുണ്ട്. മുനസ് സാറിന് എന്താണ് പ്രീമിയർ ചെസ് അക്കാഡമിനെ പറ്റി, മുനസ് സാറിൻ്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ പ്രീമിയർ ചെസ് അക്കാഡമി വന്നപ്പോഴാണ് ചെസ്സിൻ്റെ ആ ഒരു ക്ലാരിറ്റി ശരിക്കും മനസ്സിലാവുന്നത്. കാരണം ചെസ്സിൻ്റെ എങ്ങനെ നടത്തണമെന്നുള്ളതും അത്ര ഭംഗിയായിട്ടാണ് പ്രീമിയർ ചെസ് അക്കാഡമി ഓരോ ടൂർണമെൻറ്റ്, അതും AC ഹോളൊക്കെ സാധാരണ പ്ലെയേഴ്സൊക്കെ വളരെ ഇതൊക്കെ ആയിട്ട് എങ്ങനെയാണ് കസേരയില്ല മേശയില്ലാതെയൊക്കെ നടത്തിയിരിക്കുന്ന സമയത്ത് ഇവിടെ വളരെ AC ഹോളിൽ നല്ല സൗകര്യത്തിലാണ് ചെസ് നടത്തുന്നത്. പല ഇതിലും ആർബിറ്റർ എന്നും പറഞ്ഞിട്ടാണ് കുട്ടികളും പ്ലെയേഴ്സും വന്ന് വിളിക്കുന്നത്. ഇവിടെ പ്രീമിയർ ചെസ് അക്കാഡമി ഫ്ലാഗ്, ഇവിടെ ആർബിറ്റർ വിളിക്കേണ്ട ആവശ്യമില്ല, ഫ്ലാഗ് പൊക്കി കാണിച്ചാൽ മാത്രം മതി. കളിക്കാൻ അവിടെ വരണേ, ആർബിറ്ററും സ്കോറർമാരും അവിടെ വരണേണ്. സാധാരണ ഒരു ടൂർണമെൻറ്റിൽ ആകെ 2 ആർബിറ്റർമാരുള്ളത്, ഇവിടെ 10 പേരാണുള്ളത്. അതുകൊണ്ട് കളിക്കാർക്ക് വളരെ സൗകര്യമാണ് ഇരുന്ന് കളിക്കാൻ, പാരൻസിന് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ. ഒരു ടൂർണമെൻറ്റ് നടത്തുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രീമിയറിന് 3 ലക്ഷം രൂപ ചിലവുള്ളതിൽ 1.5 ലക്ഷം രൂപ മാത്രമേ വരവുണ്ടാകുള്ളൂ. ബാക്കി 1.5 ലക്ഷം നഷ്ടത്തിലാണ് നടത്തുന്നത്. അങ്ങനെ ചെസ്സിന് ഇത്രയും പ്രൊമോട്ട് ചെയ്ത വേറൊരാളില്ല. ചെസ്സ് സംഘടനകൾ ശരിക്കും പറഞ്ഞാൽ കളിക്കാരിൽ നിന്ന് പൈസ വാങ്ങിക്കൊണ്ട് കളിക്കാരെ പിഴിയുന്ന അവസ്ഥയിൽ ഇവിടെ ചെസ്സ് കളിക്കാർക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് പ്രീമിയർ ചെസ് അക്കാഡമി ഇനിയും ഡെവലപ്പ് ചെയ്യേണ്ട എല്ലാവിധ ആശംസകളും നേരുന്നു. സീനിയർ നാഷണൽ പ്ലെയറായ KA ലക്ഷ്മണൻ ചേട്ടനാണ്. ലക്ഷ്മണൻ ചേട്ടൻ എത്ര വർഷമായി ഈ ചെസ് ഫീൽഡിൽ വന്നിട്ട്? ഞാൻ ഏതാണ്ട് 73 മുതൽ നാഷണൽ ചെസ്സിലുണ്ട്. 81-ലാണ് ആദ്യമായിട്ട് സീനിയർ നാഷണൽ കളിക്കാനായിട്ട് പോയത്. അത് UP-യിൽ കാൺപൂരിലായിരുന്നു. അവിടെ കല്യാൺപൂർ IIT ഉണ്ട്, അവിടെ ആയിരുന്നു മത്സരം നടന്നത്. ചെസ് കൊണ്ട് എന്താണ് നേട്ടം ഉണ്ടായത്? ചെസ് കൊണ്ട് നേട്ടം പറഞ്ഞാൽ അതിന് വേറെ വിധത്തിലാണ് ഉത്തരം പറയേണ്ടത്. കാരണം ഞാൻ ബാർബർ സമുദായത്തിൽപ്പെട്ട ഒരാളായിരുന്നു. എൻ്റെ തൊഴിലും പ്രൊഫഷണലും അതായിരുന്നു. ഞങ്ങളുടെ ആളുകൾ സാധാരണ ഇതിൽ ഈ ചുറ്റുകളി, ബീഡി വലി അങ്ങനെയുള്ള ദുസ്വഭാവങ്ങളുള്ള ആൾക്കാരായിരുന്നു. അത് ചെസ് കളിക്കാൻ ഞാൻ പോയതോടുകൂടി ഞാൻ ആദ്യം തന്നെ അതിൽ വ്യത്യസ്തമായ ജീവിതമായിരുന്നു. ഒരിക്കലും അവസരം കിട്ടി ചെസ് കളിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്തുള്ള കൂടുതൽ ക്വാളിറ്റിയുള്ള ആളുകളായിരുന്നു. അപ്പോൾ അത് വീട്ടിൽ ഇഷ്ടപ്പെട്ടത്. ഇപ്പോൾ കാലിന് എങ്ങനെയുണ്ട്? ഇപ്പോൾ എന്താണ് അവസ്ഥ? എന്നാ ഡോക്ടർക്ക് എല്ലാം പറഞ്ഞത്? ഇപ്പോൾ കാലിന് 1-2 പൊട്ടുണ്ടായിരുന്നു. പൊട്ടുമ്പോൾ വെറും പൊട്ടല്ല, ഒടിഞ്ഞു സ്ഥാനം മാറിപ്പോയി. 6 ആഴ്ച തീരെ അനങ്ങാൻ പാടില്ല എന്നാണ് നിർദ്ദേശം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഒരു കോൾ വന്നത് പ്രീമിയർ ചെസ് അക്കാഡമിയിലെ രഞ്ജിത്ത് സാറ് ആയിരുന്നു വിളിച്ചത്. വലിയ വിശേഷങ്ങൾ ചോദിച്ച്, എന്താ സംഭവിച്ചതെന്ന് ചോദിച്ച്, അതെങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചു, അതിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എല്ലാ സത്യം തുറന്നു പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട, അതിൻ്റെ പരിഹാരമുണ്ടാവും, ഫോൺ വെച്ചെന്ന് പറഞ്ഞു. ഫോൺ വെച്ച് അതിൻ്റെ 2 മിനിറ്റിനുള്ളിൽ എല്ലാ മകളുടെ ഫോണിലേക്ക് 60,000 രൂപ വന്നു. എനിക്ക് മാത്രമല്ല, വീട്ടിലുള്ള ആൾക്കും വളരെ ആശ്വാസം തോന്നി. ഇപ്പോൾ നമ്മളുള്ളത് പെരുമ്പാവൂരിലെ രാജേഷ് ഏട്ടൻ്റെ വീട്ടിലാണ്. എന്തൊക്കെയാണ് രാജേഷ് ഏട്ടൻ്റെ വിശേഷങ്ങളെന്ന് നമുക്ക് നോക്കാം. എൻ്റെ പേര് രാജേഷ്. ഞാൻ 16 വർഷമായിട്ട് ഡയാലിസിന് ഒരു പേഷ്യൻ്റാണ്. എങ്കിലും ഞാൻ തൃശ്ശൂർ, എറണാകുളം, പിന്നെ കോട്ടയം എന്നിവിടങ്ങളിലൊക്കെ ചെസ് കളിക്കാനായിട്ട് പോകാറുണ്ട്. അങ്ങനെ എനിക്ക് 8 മാസം മുമ്പ് സ്പൈനിൽ TB വരികയും കാല് 2 തളർന്നു പോവുകയും ചെയ്തു. അങ്ങനെ അതിനെ തുടർന്നൊരു ഓപ്പറേഷൻ നട്ടലിന് ചെയ്യേണ്ടി വന്നു. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ട് വന്നു. ഹോസ്പിറ്റലിൽ ഒരുപാട് പൈസ പെൻഡിങ് വന്നു. അത് ഞാൻ പെരുമ്പാവൂരുള്ള എറണാകുളത്തുള്ള യൂനിസ് സാറിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ സാറ് ഗ്രൂപ്പിലൊരു മെസ്സേജ് ഇട്ടു. ആ മെസ്സേജ് ഇട്ട് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ എനിക്കൊരു കോൾ വന്നു. രാഷിനറിയില്ല, രാഷ് എന്നെ അറിയാൻ സാധ്യതയില്ല. ഞാൻ തിരുവനന്തപുരത്താണ്. പ്രീമിയർ ചെസ് അക്കാദമി നടത്തുന്ന രഞ്ജിത്താണ്. രാജേഷിന് എത്രയാണ് ക്യാഷിൻ്റെ പെൻഡിങ്? ഞാൻ മെസ്സേജ് കണ്ടപ്പോഴാണ് അറിയാൻ സാധിച്ചത്. എത്രയാണ് പെൻഡിങ് എന്ന് വെച്ചാൽ പറഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പെൻഡിങ് പറഞ്ഞു. സാറ് എൻ്റെ പെൻഡിങ് ബില്ലെല്ലാം അടച്ചു തീർക്കാൻ സഹായിച്ചു. പിന്നീട് കോണ്ടാക്ട് ഉണ്ടായോ അക്കാഡമിയായിട്ട്? പിന്നീട് ഞാൻ ഡിസ്ചാർജൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ വീണ്ടും സാറ് എന്നെ ചോദിച്ചിട്ട് ബില്ല് പെൻഡിങ് ഉണ്ടോ അല്ലെങ്കിൽ ക്യാഷിന് ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു.
അങ്ങനെ സാറ് തുടർച്ചയായിട്ട് പിന്നെയും എനിക്ക് സഹായങ്ങൾ ചെയ്തു തരുന്നുണ്ട്. ഇപ്പോൾ ചെസ് കളിക്കാറുണ്ടോ? ഇപ്പം ഞാൻ ഈ അവസ്ഥയിൽ വീട്ടിൽ തന്നെ ഇരുന്ന് ചെസ് കളിക്കും. വീട്ടിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊബൈലിലൊക്കെ കളിക്കാറുണ്ട്. വേറെ ഒരു അവസ്ഥയ്ക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്തായാലും ഇനി പഴയതുപോലെ ചെസ് കളിക്കാനൊക്കെ സാധിക്കട്ടെ. എന്തായാലും ഇനിയും ഹെൽപ്പുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക്സ് ടു പ്രീമിയർ ചെസ് അക്കാദമി രഞ്ജിത്ത് സാർ. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കാടാണ്. ഒട്ടനവധി കാലമായി ചെസ് പരിശീലനയായി ജോലി ചെയ്യുന്ന PG മുരളീധരൻ സാറിന്റെ കൂടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. സാറിനെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? എൻ്റെ പേര് PG മുരളീധരൻ. ചെസ് കേരളത്തിൽ ആദ്യമായിട്ടൊരു തൊഴിലായി സ്വീകരിച്ചിട്ടുള്ളത് ഞാനാണ്. ചെസ് എന്ന ബുദ്ധി വിനോദം ഇന്നത്തെ ലോകത്ത് ജീവിതത്തിൻ്റെ കരിനീക്കങ്ങളിൽ എല്ലാവർക്കും ജയിക്കാൻ പറ്റുന്ന തലത്തിലോട്ട് ഒരു സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിയുന്ന കളിയാണ് ചെസ് എന്നാണ് എൻ്റെ അഭിപ്രായം. ആ കളിക്ക് വേണ്ടി ഞാൻ 40 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇത്ര കാലമായിട്ടും കാര്യമായ അംഗീകാരങ്ങളോ സാമ്പത്തിക സഹായമോ ഇവിടെ നിന്ന് ലഭിച്ചിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള സഹായം 2.5 ലക്ഷം രൂപയും അംഗീകാരവും തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് കേരളത്തിൽ ഒരുപാട് ക്ലാസ്സുകൾ കൂടുതൽ കിട്ടി. അതുപോലെ കേരളത്തിലുള്ള എല്ലാ ചെസ് കളിക്കാരും എന്നെക്കുറിച്ച് എൻ്റെ ക്ലാസ്സിനെ കുറിച്ചിട്ടും അറിയാനായിട്ട് ഇടവന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരുള്ള തേക്കിൻകാട് മൈതാനത്തിലാണ്. എല്ലാ ദിവസവും 50-ലേറെ ആളുകൾ ഇവിടെ വന്ന് ചെസ് കളിക്കാറുണ്ട്. നമുക്ക് അവരിലേക്കൊന്ന് പോകാം. ഞാൻ കുറേ കാലമായിട്ട് ഇവിടെ വരുന്നത്. ഇവിടെ ഐസ് വിക്രം ചന്ദ്രേട്ടനുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഇവിടെ ചെസ് സ്ഥാപിച്ചത്. അതിൻ്റെ പിൻഭാഗമായിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും ഒത്തുചേരുകയും എല്ലാവരും ഇതുപോലെ കളിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഒരുപാട് കുട്ടികളെയും പഠിപ്പിക്കാറുണ്ട്. ചെസ്സിനെ വളരെയധികം ഉയർത്തി കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. ആശാൻ പറഞ്ഞത് തന്നെ ആശാൻ്റെ ഒരു ശിഷ്യനാണ്. അപ്പോൾ ഇവിടെ സ്ഥിരം വരും, കളിക്കും. 3 മിനിറ്റ് കളിക്കും, 10 മിനിറ്റ് കളിക്കും, ക്ലാസിക്കൽ കളിക്കും. ഇങ്ങനെ കളിച്ച് നീങ്ങി പോണു 10-15 വർഷമായിട്ട്. രാജുചേട്ടൻ്റെ ജീവിതം പ്രീമിയർ ചെസ് അക്കാഡമിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പും അതിനുശേഷവും എന്താ വ്യത്യാസം വന്നത്? എനിക്ക് അദ്ദേഹം പറഞ്ഞു എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറഞ്ഞോളം പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു സഹായം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ചെയ്യാൻ തയ്യാറായി. അപ്പോൾ സ്ഥലത്തിനെ സംബന്ധിച്ചുള്ള കാര്യം ഗവൺമെൻറ്റിനോട് അപേക്ഷിച്ചിട്ട് കിട്ടാതെ വന്നപ്പോൾ ഞാൻ അങ്ങനെ ഒരു അഭ്യർത്ഥന വെച്ചതാണ്. അപ്പോൾ അദ്ദേഹം അതിന് 5 സെൻറ്റ് ഭൂമിയും അല്ലെങ്കിൽ അതിലൊരു വീടും തരാമെന്നുള്ള ഒരു എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ചെറിയൊരു സപ്പോർട്ട് ആദ്യം ചെയ്തു. അപ്പോൾ അതിൻ്റെ തുടക്കങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. എഗ്രിമെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് മേടിക്കാനുള്ള ഫണ്ടിങ്ങിലേക്ക് കടക്കണം. 2 ലക്ഷം രൂപ അയച്ചു തന്നു. അങ്ങനെ നല്ലൊരു പ്രവർത്തനം വന്നിട്ടുണ്ട്. പിന്നെ പല ആളുകൾക്കും വയ്യാത്തവരെ സഹായിക്കാനൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഇത്ര നേരം നമ്മളിപ്പോൾ നിൽക്കുന്നത് മൈസൂരിൽ വെച്ച് നടന്ന നാഷണൽ അണ്ടർ-7 ചെസ് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യനും ബീഹാറിൽ വെച്ച് നടന്ന നാഷണൽ സ്കൂൾ ചെസ് ചാമ്പ്യൻഷിപ്പിൽ റണ്ണറപ്പും അതിൻ്റെ ഭാഗമായി തായ്ലൻഡിൽ ഇന്ത്യക്ക് വേണ്ടി മെഡലുകൾ കരസ്ഥമാക്കിയ ഇന്ത്യൻ ടീം അംഗം ദേവനാരായണൻ കള്ളിയത്തിൻ്റെ വീട്ടിലാണ്. മോനപ്പോൾ ഏഷ്യൻ സ്കൂൾ നാഷണൽസ് കളിക്കാൻ പോയല്ലോ. അപ്പോൾ മോൻ അവിടെ ഉണ്ടായ നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഞങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമോ? എനിക്ക് റേറ്റിംഗ് കൂട്ടാൻ പറ്റി. എനിക്ക് ഹൈ റേറ്റിനോട് കുറച്ച് ഡ്രോയും ജയിക്കാനൊക്കെ പറ്റി. എനിക്ക് റേറ്റിംഗ് ബ്ലിസിലൊക്കെ 80 കൂടി. ബ്ലിറ്റ്സിലെ 80 റേറ്റിംഗിലോ കൂടിയോ? ഇതാണ് ദേവനാരായണൻ്റെ അമ്മ. അപ്പോൾ മോൻ ഇങ്ങനെ തായ്ലൻഡിലേക്ക് ഏഷ്യൻ സ്കൂൾ ചെസ് ചാമ്പ്യൻഷിപ്പിലൊക്കെ കളിക്കാൻ ഒരു അവസരം കിട്ടിയല്ലോ. അപ്പോൾ എന്താ അമ്മയ്ക്ക് പറയാനുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട്. അവനവിടെ പങ്കെടുത്തിട്ട് ഇന്ത്യക്ക് വേണ്ടി 3 മെഡൽ നേടാൻ പറ്റി. ക്ലാസിക്കലിലും റാപ്പിഡിലും ബ്രോൺസും ബ്ലിറ്റ്സിൽ സിൽവർ മെഡലും കിട്ടി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ തായ്ലൻഡിൽ പോകണ്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. സ്കിപ്പ് ചെയ്തായിരിക്കുന്നു ആ ടൂർണമെൻറ്റ്. അപ്പോഴായിരുന്നു പെട്ടെന്ന് രഞ്ജിത്ത് സാറിൻ്റെ ഒരു കോള് വരുന്നത് ഹസ്ബൻഡിന്. സ്കിപ്പ് ചെയ്യേണ്ട, ഫിനാൻഷ്യൽ ഇഷ്യൂ കാരണമാണ് നമ്മളത് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാറ് പറഞ്ഞു ഒരിക്കലും അതുകൊണ്ട് സ്കിപ്പ് ചെയ്യരുത് പറഞ്ഞിട്ട്. അപ്രതീക്ഷിതമായിട്ട് വന്നൊരു കോളായിരുന്നു അത്.
അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ തന്നെ സാറ് അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു. നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു, രജിസ്ട്രേഷനും കാര്യങ്ങളും എല്ലാം പെട്ടെന്ന് തന്നെ 2 ദിവസം കൊണ്ട് തന്നെ നമ്മളത് ഫുള്ള് ചെയ്ത് തീർത്തു. ഇനി ദേവനാരായണന്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാ? ഇനിയിപ്പോൾ അണ്ടർ-9 നാഷണൽ നടക്കാൻ പോകുന്ന അടുത്ത ആഴ്ച. അത് കഴിഞ്ഞാൽ ഇപ്പോൾ മൈസൂർ വെച്ച് നടന്ന അണ്ടർ-7 അവൻ ചാമ്പ്യൻ ആയല്ലോ. അപ്പോൾ അതിൻ്റെ ഏഷ്യ, വേൾഡ്, കോമൺവെൽത്ത് അങ്ങനത്തെ ടൂർണമെന്റ്സ് ഒക്കെ ഇനി ഏപ്രിൽ മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് സിദ്ധാർത്ഥ് ശ്രീകുമാറാണ്. വേൾഡ് ചെസ് ഫീസ്റ്റയിൽ ഞാൻ കാണുന്ന ഒരു പ്രമുഖ അല്ലെങ്കിൽ പരിചിതമായ ഒരു മുഖമാണ് മോൻ്റെ. അപ്പോൾ മോനെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? എൻ്റെ പേര് സിദ്ധാർത്ഥ് ശ്രീകുമാർ. എൻ്റെ റേറ്റിംഗ് ഇപ്പോൾ 1854 ഞാൻ 2016 മുതൽ ചെസ്സ് കളിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ചെസ്സിൽ ഒരുപാട് ട്രോഫീസും ഒരുപാട് മെഡലുകളും സർട്ടിഫിക്കറ്റൊക്കെ ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ടു. ഇപ്പോഴും ട്രെയിനിങ് ചെയ്യുന്നുണ്ടോ? ട്രെയിനിങ് നേരത്തെ നമ്മുടെ ശ്രീകുമാർ സാറായിരുന്നു ട്രെയിനിങ് ഉണ്ടായിരുന്നത്, സ്റ്റേറ്റ് ചാമ്പ്യനായിരുന്നു അദ്ദേഹം. അപ്പോൾ അതിനുശേഷം പിന്നീട് ട്രെയിനിങ് തുടരാൻ പറ്റാത്ത ഒരു സ്ഥിതി വന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. ഇടയ്ക്ക് GM ട്രെയിനിങ് ദേവാശിഷ് സാറിൻ്റെ ട്രെയിനിങ് എടുത്തിരുന്നെങ്കിലും അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു. അപ്പോഴാണ് നമ്മുടെ പ്രീമിയർ അക്കാദമിയുടെ രഞ്ജിത്ത് സാറ് കുറച്ച് ക്ലാസ്സുകൾ എടുത്ത് നൽകാനായിട്ട് തയ്യാറായത്, ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ തയ്യാറായത്. അപ്പോൾ ഓക്കെ, താങ്ക് യു ശ്രീകുമാർ സർ. എന്തായാലും മോന് എത്രയും പെട്ടെന്ന് GM ആവാനുള്ള എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. സോ ഇതാണ് ആലപ്പുഴയിൽ നിന്നുള്ള സോമൻ ചേട്ടൻ ഒരുപാട് നാളുകളായിട്ട് ചെസ്സ് കളിക്കുന്ന ഒരു ചെസ് പ്ലെയറാണ്, പിന്നെ ഒരു റിട്ടയർഡ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. സോ സോമൻ ചേട്ടൻ ഒരുപാട് നാളുകളായിട്ട് ടൂർണമെൻറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? ഇപ്പോൾ അത് ഒരു ഓർഗനൈസിങ് ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുക അല്ലേ? ശരിയല്ലേ? അതിൻ്റെ ഒരു അനുഭവം ഭയങ്കര ഞങ്ങൾക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ രീതികളും മറ്റു കാര്യങ്ങളും പ്രീമിയർ ചെസ്സിൻ്റെ ഇതിൽ ഒരു പരിധിവരെ ഞങ്ങൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടി ഇതിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യാനുള്ള പ്രധാന കാരണം ഞങ്ങളുടെയും മനസ്സ് അത് തന്നെയാണ്. കാരണം ഞങ്ങൾക്കും പാരൻസിനും അതുപോലെ തന്നെ പ്ലേയേഴ്സിനും ഒക്കെ നല്ല രീതിയിൽ ദോഷമില്ലാത്ത രീതിയിൽ ടൂർണമെൻറ്റ് നടത്തണം. പരാതികൾ ഉണ്ടാകാം, പക്ഷെ അത് ഞങ്ങൾ തിരുത്താൻ തയ്യാറാണ്. അപ്പോൾ അങ്ങനെ അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾക്കൊരു പ്രചോദനം പ്രീമിയർ ചെസ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. നിങ്ങളുടെ വരാൻ പോകുന്ന 29-നല്ലേ ടൂർണമെൻറ്റ്? ആ ടൂർണമെൻറ്റിൽ പ്രീമിയർ ചെസ് അക്കാഡമിയുടെ എല്ലാവിധ സപ്പോർട്ടും. സോ ഇതാണ് മുഹമ്മദ് സാലി, ഞങ്ങളുടെ എറണാകുളം സെൻറ്ററിലെ ഒരു സ്പെഷ്യലൈസ്ഡ് ട്രെയിനറാണ്. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള കോച്ചസിൻ്റെ എല്ലാം ഒരു മെൻറ്റർ കൂടിയാണ്. സാലി സാർ ഇവിടെ വന്നതിന് മുമ്പും ശേഷവും തമ്മിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ സാലി സാറിൻ്റെ ലൈഫിൽ? സോ ആ മാറ്റങ്ങളെ പറ്റിയൊക്കെ സാർ ഒന്ന് ഞങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമോ? ഓക്കെ. ഞാൻ മുഹമ്മദ് സാലി PK, പാരാ ഏഷ്യൻ ഗെയിംസിൽ സിൽവർ മെഡലാണ്. 2018 ഇന്തോനേഷ്യയിൽ വെച്ച് നടന്ന ഗെയിംസിലാണ് കിട്ടിയിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെൻറ് 15 ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡൊക്കെ തന്ന് ആദരിച്ചു. അങ്ങനെ വീട്, സ്ഥലം പോലെയുള്ള ബേസിക് കാര്യങ്ങളൊക്കെ ഞാൻ അതിലൂടെ ചെയ്തു കൊണ്ടുവന്നു. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും വലിയ തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് പോയത്. അത് എത്തിച്ചേർന്നത് ഒരു നേടിയിട്ടുള്ള സിൽവർ മെഡൽ ലേലത്തിന് വിൽക്കുക എന്നുള്ള ഓപ്ഷനിലേക്കാണ്. ആ സമയത്താണ് പ്രീമിയർ ചെസ് അക്കാദമിയിൽ എത്തിപ്പെടാനും ഇത് വലിയൊരു സഹായമായി മാറുകയും ചെയ്തു. അതോടെ എനിക്ക് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് മാറ്റം വരാൻ തുടങ്ങി. അത് പിന്നീട് എനിക്ക് സാമ്പത്തിക കാര്യങ്ങളെല്ലാം മാനേജ്ഡായിട്ട് മാറി. അതാണ് പ്രധാനപ്പെട്ട വലിയൊരു ഘടകം. ഇത് പ്രീമിയർ ചെസ് അക്കാദമിയിൽ എത്തിയോടുകൂടി സാമ്പത്തിക പ്രശ്നങ്ങൾ മാനേജാകാൻ വേണ്ടി വലിയ ഹെൽപ്പായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ. ഇതുവരെ ഒറ്റപ്പെട്ടു പോവുകയോ ബാക്കിലേക്ക് പോവുകയോ ഒന്നും ചെയ്യാത്ത നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉണ്ടായത്. ഞാൻ സിബിൻ പോൾ, പ്രീമിയർ ചെസ് അക്കാദമിയിൽ ചെസ് കോച്ചായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാൻ ചെറുപ്പം മുതൽ ചെസ് കളിച്ചിരുന്നു. +1 ഇൻ്റർനാഷണൽ ഫീഡ് റേറ്റിംഗ് എടുത്തു. ഡിഗ്രി സെക്കൻഡ് ഇയർ മുതൽ പാർട്ട് ടൈം ആയിട്ട് ചെസ് കോച്ചായിട്ട് ഇവിടെ തൃശ്ശൂർ അക്കാദമിയിൽ വർക്ക് ചെയ്തു പോരായിരുന്നു. PG കഴിഞ്ഞപ്പോൾ ഒളിമ്പ്യാഡിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടി. അപ്പോൾ അവിടെയാണ് പ്രീമിയർ ചെസ് അക്കാദമി ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഒരുപാട് വോളണ്ടിയേഴ്സ് അവിടെ PCAയിൽ, ഒരുപാടല്ല കുറച്ച് വോളണ്ടിയേഴ്സ് അവിടെ PCAയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അവിടുത്തെ സ്റ്റാളും കണ്ടപ്പോൾ ഞാൻ അവരോട് അന്വേഷിച്ചു എങ്ങനെയുണ്ട് PCA. അവരെല്ലാവരും ഒരുപാട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അടിപൊളി വർക്ക് കൾച്ചറാണ്, US സ്റ്റുഡൻസ് ആണ്, ഇൻ്റർനാഷണൽ എക്സ്പോഷർ ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ സ്റ്റാളിൽ പോയി അവിടുത്തെ സ്റ്റാഫായിട്ട് സംസാരിച്ച് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി ഞാൻ അപ്ലൈ ചെയ്തു. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 500 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. എല്ലാവരും കണ്ടിഷ്ടപ്പെട്ട് അക്കാദമിയുടെ ഒരു സെറ്റപ്പ് കണ്ട് ഇഷ്ടപ്പെട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു.
അതിൽ വളരെ കുറച്ച് പേർക്കാണ് സെലക്ഷൻ കിട്ടിയത്. 2-3 പേർക്കാണ് ആ മാസം സെലക്ഷൻ കിട്ടിയത്. അതിൽ സെലക്ഷൻ കിട്ടിയതിൽ ഒരുപാട് ഭാഗ്യമുണ്ട്. കാരണം അപ്പോഴാണ് എൻ്റെ ലൈഫിലൊരു എന്താ പറയുക ഒരു ടേണിംഗ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷമാണ് എനിക്ക് ഒരുപാട് എക്സ്പോഷർ കിട്ടിയത്. ഞാൻ വിദേശ രാജ്യങ്ങളിൽ വിസിറ്റ് ചെയ്തു, ഹംഗറി വിസിറ്റ് ചെയ്തു, ഒളിമ്പ്യാഡിൽ സ്പെക്ടേറ്ററായിട്ട് പോയി. ഞാൻ അവിടെ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്ത് ഫിഡെ സ്കൂൾ ഇൻസ്ട്രക്ടർ ടൈറ്റിൽ അറ്റൻഡ് ചെയ്തു. തായ്ലാൻഡിൽ ട്രിപ്പ് പോയി കൊളീഗ്സായിട്ട്. ഒരു ഇൻ്റർനാഷണൽ ട്രിപ്സ് അതും കൊളീഗ്സായിട്ട് പോകാന്നുള്ള ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. ഒരുപാട് എൻജോയ് ചെയ്തു. എല്ലാവരും നല്ലൊരു ടീമാണ്, വളരെ പോസിറ്റീവ് വൈബാണ്. ട്രിപ്പ് പോയപ്പോഴും ഇവിടെ വർക്ക് ചെയ്യുമ്പോഴും എല്ലാവർക്കും അവരുടേതായ യൂണീക്കായിട്ടുള്ള കുറേ ക്വാളിറ്റീസ് ഉണ്ട്. അതിന് ഒരുപാട് പഠിക്കാൻ പറ്റുന്നുണ്ട്. ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ്, ഭയങ്കര എൻഗേജിങ് ആണ്. നമ്മളെ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഇംപ്ലിമെൻറ്റ് ചെയ്യാനും സൊസൈറ്റിയിലേക്ക് ഒരു പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ കൊടുക്കാനും പറ്റുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ്. അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അതിനൊരു ബിഗ് താങ്ക് യു PCAക്കും രഞ്ജിത്ത് സാറിനും ഹോൾ ടീമിനും. താങ്ക് യു. ഹായ്, എൻ്റെ പേര് നിറ്റി റോസ്. ഞാൻ PCAയുടെ ഇൻറ്റേർണൽ ടീമിലാണ് വർക്ക് ചെയ്യുന്നത്. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പ്രീമേച്ചസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യുന്നത്. എല്ലാവരെയും പോലെ ഫസ്റ്റ് ജോബിന് കയറുമ്പോൾ എക്സൈറ്റഡ് ആയിരുന്നു. ഒപ്പം ഇത്തിരി ടെൻഷനും ഉണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും ഒരു വർക്കിംഗ് എൻവയോൺമെൻറ്റ് എന്ന് ആലോചിച്ചിട്ട്. പക്ഷെ നമ്മുടെ ടീം ഭയങ്കര സപ്പോർട്ടീവാണ്. നമ്മുടെ ഏതൊരു കാര്യത്തിന് അവരൊപ്പം ഉണ്ട്. പിന്നെ അതുപോലെ PCAയിൽ കയറിയതിന് ശേഷം ഉണ്ടായിട്ടുള്ള ബെസ്റ്റ് മൊമെൻറ്റ്സിനെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ തായ്ലാൻഡിൽ പോയിട്ടുള്ള വെക്കേഷൻ തന്നെയായിരുന്നു. കൊളീഗ്സിൻ്റെ ഒപ്പമാണ് പോയത്. അതൊന്നൊരു മെമ്മറി ആയിരിക്കും. പിന്നെ WCF ടൂർണമെൻറ്റ്സ് ഞാൻ ഓൺലൈനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ നമ്മുടെ ടീംമേറ്റ്സിനൊക്കെ കാണാനും മീറ്റ് ചെയ്യാനും പറ്റുന്നൊരു ചാൻസ് തന്നെയാണ് WCF ടൂർണമെൻറ്റ്സ് എന്ന് പറയുന്നത്.